വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവലം യറൗ ഇലത്വയ്രി ഫൗഖഹും സ്വാഫാത്തിൻ വയഖ്ബിളൻ. അവര് നോക്കുന്നില്ലേ അവരുടെ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്ന പക്ഷികളിലേക്ക് അവർ നോക്കുന്നില്ലേ? സ്വാഫാത്തിൻ ചിറകുകൾ വിടർത്തിപ്പറക്കുന്ന പക്ഷികൾ, വയഖ്ബിളന ചിറകുകൾ കൂട്ടിപ്പിടിച്ചു പറക്കുന്ന പക്ഷികൾ. അതായത് ചിറക് വിടർത്തിയും ചിറക് കൂട്ടിപ്പിടിച്ചും അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പക്ഷികളിലേക്ക് അവർ നോക്കുന്നില്ലേ? അല്ലാഹു തആല എന്തിനാണ് ആ പക്ഷിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ചിറക് വിടർത്തിയും കൂട്ടിപ്പിടിച്ചും പറക്കുന്നു എന്ന് പ്രയോഗം നടത്തിയത് എന്തിനാണ്? യഥാർത്ഥത്തിൽ പക്ഷിയുടെ ബാലൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ചിറകാണ്. ചിറകില്ലെങ്കിൽ ആ പക്ഷിക്കൊരിക്കലും അന്തരീക്ഷത്തിലൂടെ സുഖകരമായ രീതിയിൽ സഞ്ചരിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഒരു വിശ്വാസിക്കും രണ്ട് ചിറക് ആവശ്യമാണ്. പക്ഷിക്ക് രണ്ട് ചിറകുള്ളതുപോലെ ഒരു മുസ്ലിമിനും രണ്ട് ചിറക് ആവശ്യമാണ്. അവന്റെ ഒന്നാമത്തെ ചിറക് എന്നുള്ളത് ഖൗഫാണ്, ഭയമാണ്. രണ്ടാമത്തെ ചിറക് എന്നുള്ളത് പ്രതീക്ഷയാണ്. അതായത് അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷ. അള്ളാഹു ഞാൻ ചെയ്ത അമലുകൾ സ്വീകരിക്കുമോ എന്നുള്ള ഭയം. ഈ രണ്ട് കാര്യങ്ങളില്ലാതെ ഒരിക്കലും ഒരു വിശ്വാസിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് റമദാനിന്റെ അവസാന സമയത്ത് നാം നിലകൊള്ളുമ്പോൾ ഇതുവരെയും നാം ചെയ്ത നോമ്പുൾപ്പെടെയുള്ള മുഴുവൻ അമലുകളും ഇബാദത്തുകളും അള്ളാഹു സ്വീകരിക്കുമോ എന്നൊരു പേടി ഹൃദയത്തിലുണ്ടാവണം. അതുപോലെ തന്നെ തീർച്ചയായും കാരുണ്യവാനായ അള്ളാഹു എനിക്ക് പുറത്തു തരികയും എന്നെ കൂട്ടിപ്പിടിക്കുകയും എന്നെ അണച്ചുപിടിക്കുകയും ചെയ്യും എന്ന വലിയൊരു പ്രതീക്ഷയും അവന്റെ ഹൃദയത്തിലുണ്ടാവണം. ഏതെങ്കിലും ഒന്നു മാത്രം പോരാ. അമിതമായ പേടി ചിലപ്പോൾ മാനസികമായ നിരാശയിലേക്ക് ആളുകളെ നയിക്കും. അള്ളാഹു എന്നെ സ്വീകരിക്കില്ല എന്നു മാത്രമാണ് ഒരാളുടെ ചിന്തയെങ്കിൽ അയാളുടെ മാനസിക നില തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. അതുകൊണ്ടാണ് പേടി മാത്രം പോരാ, കൂടെ പ്രതീക്ഷയും വേണമെന്ന് വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. മുൻഗാമികളായ ആളുകൾ ആ പേടിയുള്ളതിന്റെ പേരിലായിരുന്നു റമദാൻ വിട്ടുകടന്നാലും 6 മാസം അവർ ദുആ ചെയ്യും. എപ്പോഴാണ് റമദാൻ കഴിഞ്ഞ് 6 മാസം അവർ നിരന്തരമായി ദുആ ചെയ്യും. എന്തിനാണ്? റമദാനിൽ തങ്ങൾ ചെയ്ത അമലുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി. എന്നിട്ട് അതിനുശേഷമുള്ള 6 മാസം അവർ ദുആ ചെയ്യും. എന്തിനാണ്? അടുത്ത റമദാനിലേക്ക് ജീവിച്ചിരിക്കാനുള്ള ഭാഗ്യത്തിന് വേണ്ടി, ആ ആയുസ് കൂട്ടിക്കിട്ടാൻ. അപ്പൊ ആദ്യത്തെ 6 മാസം അവരുടെ ഉള്ളിലുള്ള പേടിയാണ്. ഇത്രയൊക്കെ ചെയ്തു കൂട്ടി, പർവ്വത സമാനമായ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയാലും അതിലൊന്നുപോലും അള്ളാഹു സ്വീകരിക്കാതെ നമ്മുടെ മുഖത്തേക്ക് ഒരു പഴന്തുണി പോലെ അള്ളാഹു വലിച്ചെറിയുമോ എന്ന ഉൾക്കിടിലം, എന്ന ഹൃദയത്തിന്റെ ഉള്ളിലെ ഭീതി, അതാണ് 6 മാസം അവരെ ദുആ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. പിന്നെയുള്ള 6 മാസം അവരെ ദുആ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പ്രതീക്ഷയാണ്. കഴിഞ്ഞ റമദാനിൽ ജീവിച്ചിരുന്നത് പോലെ വരാൻ പോകുന്ന റമദാനിലേക്കും ജീവിച്ചിരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് അവരെ ദുആ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. റമദാനിന്റെ അവസാന സമയത്ത് നാം നിലകൊള്ളുന്ന ഈ വേളയിൽ 2 കാര്യം നമ്മുടെ മനസ്സിൽ വേണം. ഒന്ന്, നമ്മൾ ചെയ്ത അമലുകൾ അള്ളാഹു സ്വീകരിക്കുമോ എന്നുള്ള പേടി. അതോടൊപ്പം തീർച്ചയായും കാരുണ്യവാനായ അള്ളാഹു എന്നെ ഉൾക്കൊള്ളും, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാടിച്ചകളും വീഴ്ചകളും പുറത്തു തരും എന്ന പ്രതീക്ഷയും നമ്മുടെ ജീവിതത്തിൽ വേണം. ഇത് രണ്ടും സന്തുലിതമാവണം. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ആയിരുന്നു ജീവിതത്തിൽ. ഉമർ റളിയല്ലാഹു തആല ഒരിക്കലും പറഞ്ഞു, ആകാശത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറയുന്നു എന്ന് വിചാരിച്ചോളൂ, അല്ലയോ ജനങ്ങളെ, ഇന്നക്കും ദാഖിലൂനൽ ജന്നത കുല്ലുക്കും ഇല്ലാ റജുലൻ വാഹിദ. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ എല്ലാവരും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ, ഒരാൾ ഒഴികെ എന്ന് പറയുമ്പോൾ
ഞാൻ പേടിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ ഒരു പേടിയുണ്ട്. ആ ഒരാള് ഞാനായി പോകുമോ എന്ന പേടി. എല്ലാവരും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് പറയുമ്പോൾ ഒരാൾ അവിടെ നിൽക്ക്, അയാൾ കയറാൻ വരട്ടെ. ആ ഹോൾഡ് ചെയ്യുന്ന, അള്ളാഹു പിടിച്ചു വെക്കുന്ന ആൾ ഞാനാകുമോ എന്നുള്ള പേടി എനിക്കുണ്ട്. എന്നിട്ട് വീണ്ടും ആകാശത്ത് നിന്നൊരാൾ വിളിച്ചു പറയുന്നു, അല്ലയോ ജനങ്ങളെ, നിങ്ങളെല്ലാവരും ഇന്നക്കും ദാഖിലൂനൻ നാറ കുല്ലുക്കും ഇല്ലാ റജുലൻ വാഹിദ, നിങ്ങളെല്ലാവരും നരകത്തിലേക്ക് പ്രവേശിച്ചോളൂ, ഒരാൾ ഒഴികെ. ആ നരകത്തിലേക്ക് പ്രവേശിക്കാതെ അള്ളാഹു മാറ്റി നിർത്തുന്ന ആ ഒരാൾ ഞാനാകുമോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു. സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളാൻ പറയുമ്പോൾ ഒരാളെ അള്ളാഹു മാറ്റി നിർത്തും. ആ ഒരാള് ഞാനാകുമോ എന്ന് ഞാൻ പേടിക്കുന്നു, അതാണ് പേടി. രണ്ടാമത്തേത്, നരകത്തിലേക്ക് പ്രവേശിച്ചോളാൻ ലോകത്തുള്ള മുഴുവൻ ജനസഞ്ചയത്തിനോടും അള്ളാഹു പറയുമ്പോ ആ നരകത്തിലേക്ക് വിടാതെ അള്ളാഹു മാറ്റി നിർത്തുന്ന ഒരാൾ അത് ഞാനാകുമോ എന്ന പ്രതീക്ഷയാണ്. ഇതാണ് പ്രതീക്ഷ. ഈ രണ്ടും സന്തുലിതമായി കൊണ്ടുപോകുമ്പോഴാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുക. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല പറയുന്ന ഒരു സംഭവമുണ്ട്. മരിക്കാൻ കിടക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു ചെന്നു. എന്നിട്ട് അയാളോട് ചോദിച്ചു, എങ്ങനെയുണ്ട് നിന്റെ അവസ്ഥ, ഇപ്പോൾ എന്താണ് നിനക്ക് തോന്നുന്നത്? അപ്പോൾ ആ മരിക്കാൻ പോകുന്ന വ്യക്തി പറഞ്ഞു, ഇന്നി അർജു റഹ്മത്തല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ഇന്നി അഖാഫു ദുനൂബി, ഞാൻ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളുടെ വിഷയത്തിൽ എനിക്ക് പേടിയുമുണ്ട് നബിയെ. ആദ്യം ഇയാൾ പറഞ്ഞത് ഇന്നി അർജു റഹ്മത്തല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നു എന്നാൽ. രണ്ടാമത് പറഞ്ഞത് ഞാൻ ജീവിതത്തിൽ ചെയ്തു പോയ പാപത്തിന്റെ വിഷയത്തിൽ എനിക്ക് പേടിയുമുണ്ട്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, തീർച്ചയായും നീ എന്താണോ ഭയപ്പെടുന്നത് അതിൽ നിന്ന് അള്ളാഹു നിന്നെ സംരക്ഷിക്കും. നീ എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷ അള്ളാഹു നിനക്ക് നടത്തി തരികയും ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേടി നമ്മൾ ചെയ്തു പോയ പാപത്തെക്കുറിച്ചാണെങ്കിൽ ആ പേടിയുടെ പേരിൽ ചിലപ്പോൾ അല്ലാഹു തആല നിന്നെ സ്വർഗത്തിലേക്ക് വിടും. മുൻഗാമികളിൽപ്പെട്ട ഒരാള് മരിക്കാൻ സമയത്ത് അയാള് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഞാൻ മരിക്കാൻ പോവുകയാണ്. ജീവിതത്തിൽ ഈ വാപ്പ നല്ല ഒരു പണിയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് അടക്കം ചെയ്യാതെ എന്റെ മയ്യത്ത് കത്തിക്കണം. മയ്യത്ത് കത്തിച്ചിട്ട് അതിന്റെ കുറച്ചു ചാരം നദിയിൽ ഒഴുക്കിക്കളയണം. അതിന്റെ ബാക്കിയുള്ളത് അന്തരീക്ഷത്തിൽ പറത്തിക്കളയണം. അപ്പൊ ഈ മക്കള് ചോദിച്ചു, വാപ്പ എന്തിനാ ഈ പണി, അടക്കിയാ പോരെ? അപ്പൊ ഈ വാപ്പ പറഞ്ഞു, അധികം വിദ്യാഭ്യാസമില്ലാത്ത വാപ്പയാണ്, ദീനിയായ മതപരിജ്ഞാനമില്ലാത്ത വാപ്പയാ. വാപ്പ പറഞ്ഞു, ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്റെ മയ്യത്ത് അടക്കം ചെയ്താൽ ആ മയ്യത്തിനെ അള്ളാഹു വീണ്ടും ജീവിപ്പിച്ച് എന്നെ ചോദ്യം ചെയ്യും മഹ്ശറയിൽ. പക്ഷെ എന്നെ കത്തിച്ചിട്ട് എന്റെ ചാരം കുറച്ച് വെള്ളത്തിലും കുറച്ച് അന്തരീക്ഷത്തിലുമായി പറത്തിക്കളഞ്ഞാൽ ഈ പറപ്പിക്കപ്പെടുകയും ഒഴുക്കപ്പെടുകയും ചെയ്ത ചാരത്തിന്റെ അംശത്തെ വീണ്ടും പുനഃസംയോജിപ്പിച്ച് എന്നെ വിചാരണ ചെയ്യാൻ അള്ളാഹുവിന് കഴിയില്ലല്ലോ. മക്കൾ അതേപടി ചെയ്തു. പക്ഷെ അള്ളാഹു പറത്തപ്പെട്ട ചാരത്തിനോട് വീണ്ടും മടങ്ങി വരാൻ ആവശ്യപ്പെട്ടു. ഒഴുക്കപ്പെട്ട ചാരകഷ്ണങ്ങളോട് ഇത് രണ്ടും ഒരുമിച്ച് കൂടാൻ ആവശ്യപ്പെട്ടു. ഈ മനുഷ്യനെ അള്ളാഹു മഹ്ശറയിൽ വിചാരണ ചെയ്തു. എന്നിട്ട് ചോദിച്ചു, ഇപ്പണി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ച സംഗതി എന്താ? അപ്പൊ അയാൾ പറഞ്ഞു, പടച്ചോനെ, നിന്നെ പേടിച്ചിട്ടാണ്. നല്ല ഒരു പണിയും ഞാൻ ചെയ്തിട്ടില്ല, നിന്നെ പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പൊ അള്ളാഹ് അയാളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, സത്യം പറ, നിനക്കെന്നെ പേടിയുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, പേടിയുണ്ട് റബ്ബേ, എങ്കിൽ ഞാൻ നിനക്കിതാ പുറത്തു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു ആ മനുഷ്യനോട് പറഞ്ഞതായി സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ അള്ളാഹിനെ പേടിയുണ്ടെങ്കിൽ, ആ പേടി ആത്മാർത്ഥമാണെങ്കിൽ, ആ പേടി തനിമയുള്ള പേടിയാണെങ്കിൽ, ആ പേടി ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഭയമാണെങ്കിൽ തീർച്ചയായും നാം രക്ഷപ്പെടാൻ ആ ഒരൊറ്റ കാരണം മതി.
ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മരിക്കാൻ സമയത്ത് മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, ഖുർആൻ എടുത്തിട്ട് ആ ഖുർആനിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് പറയുന്ന ആയത്തുകൾ നിങ്ങൾ പാരായണം ചെയ്യ്. കാരുണ്യത്തെ കുറിച്ച് പറയുന്ന ആയത്തുകൾ പാരായണം ചെയ്യാൻ പറഞ്ഞു. ആ മക്കൾ പാരായണം ചെയ്യാൻ തുടങ്ങി. എന്തിനാണ് മരണസമയത്ത് കാരുണ്യത്തെക്കുറിച്ചുള്ള ആയത്ത് പാരായണം ചെയ്യാൻ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജീവിതകാലം മുഴുവനും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചതാണ്. അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു ഭൂതത്തോട് തോന്നുന്ന പേടിയല്ല, ഒരു രാക്ഷസനോട് തോന്നുന്ന പേടിയല്ല. എന്റെ പ്രിയപ്പെട്ടവനായ റബ്ബിനോട് ഞാൻ ഏതെങ്കിലും രീതിയിലുള്ള മര്യാദക്കേടുകൾ കാണിക്കുമ്പോ അള്ളാഹു എന്നോട് പിണങ്ങുമോ, അള്ളാഹുവിന്റെ അനിഷ്ടം എന്നോടുണ്ടാകുമോ എന്ന പേടിയാണ്. പഴയകാലത്ത് ടീച്ചർ വടിയെടുക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ ഒരു പേടി ഉണ്ടാകാറുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ആ പേടിയാണ് അള്ളാഹിനോടുള്ള പേടിയാണ് എന്ന്. അങ്ങനെയല്ല. അള്ളാഹു നാമും ജോളിയാണ്, കമ്പനിയാണ്, സ്നേഹിതന്മാരാണ്. അങ്ങനെ നാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന റബ്ബ്, ആ റബ്ബിനോട് അവൻ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാണിക്കുമ്പോ അവൻ എന്നോട് അനിഷ്ടമുണ്ടാകുമോ എന്ന പേടിയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് തോന്നുന്ന പേടി. അപ്പൊ അഹ്മദ് റളിയല്ലാഹു അൻഹു ജീവിതകാലം മുഴുവനും തന്റെ പ്രിയപ്പെട്ട റബ്ബിനെ അനുസരിച്ച് റബ്ബിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിച്ച ആളാണ്. അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മരണസമയത്ത് റഹ്മത്തിന്റെ ആയത്ത് കേൾക്കണമെന്ന് ആഗ്രഹിച്ചത് മരിക്കുന്ന സമയത്ത് അള്ളാഹുവിലുള്ള കാരുണ്യത്തിലുള്ള പ്രതീക്ഷ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് മരിക്കുന്നതിന് വേണ്ടിയാണ്. മരണസമയത്ത് പോലും റബ്ബിനോടുള്ള കാരുണ്യത്തിന്റെ പ്രതീക്ഷ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് മരിക്കുക. അപ്പൊ അതാണ് പറഞ്ഞത്, ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, അള്ളാഹു എന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ള പേടി. രണ്ട്, തീർച്ചയായും അള്ളാഹു എന്നെ കൈവിടുകയില്ല എന്ന പ്രതീക്ഷയും. അള്ളാഹു തആല അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നന്ദിയുള്ള ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.